മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്കുള്ള വഴി ഇന്റർലോക്ക് വിരിക്കുന്നത് വിവാദമാകുന്നു. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് CPIM ഉയർത്തിയിരിക്കുന്നത്. മാറാക്കര ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്കുള്ള വഴി ഇന്റർലോക്ക് വിരിക്കുന്നത് വിവാദമാകുന്നു. 15-ാം വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇന്റർലോക്ക് പാകി ഭംഗിയാക്കുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് CPIM രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാടാമ്പുഴ ദേവസ്വത്തിന്റെ അധീനതയിലുള്ള റോഡിൽ നിന്നും തന്റെ വീട്ടിലേക്കുള്ള റോഡാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിൽ ഇന്റർലോക്ക് വിരിച്ച് ഭംഗിയാക്കിയിട്ടുള്ളത്. മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്ക് എതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഞങ്ങളിവിടെ നടത്തുന്നത്. 15-ാം വാർഡിൽ നിരവധിയായ റോഡുകൾ ഇപ്പോഴും ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നുണ്ട്. ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം മരുതിൽ ശിവക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി മരുതിർ അങ്ങാടിയിലേക്ക് പോകുന്ന റോഡ് കഴിഞ്ഞ മെമ്പർ ജാബിറിന്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. എന്നാൽ ആ റോഡ് മഴ പെയ്തു കഴിഞ്ഞാൽ നടന്നു പോകാൻ പോലും ആളുകൾക്ക് സാധിക്കാത്ത വിധം അത്രയധികം മോശമായി കിടക്കുന്നുണ്ട്. നിരവധി തവണ ആ റോഡിലേക്ക് ഒരു ഫണ്ട് അനുവദിക്കണമെന്ന് മെമ്പറോട് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ഇതുവരെയായിട്ട് ഒരു നയാ പൈസ ആ റോഡിലേക്ക് അനുവദിച്ചിട്ടില്ല. അതിനാൽ മറ്റൊരു ഉദാഹരണം പാറമ്മൽ നിന്ന് നമ്പൂതിരിപ്പടി മുതൽ പാടത്തേക്ക് പോകുന്ന റോഡ് നിരവധിയായ കർഷകർക്കും മറ്റു ആളുകൾക്കും വളരെയധികം പ്രയോജനകരമായ ആ റോഡിലേക്കും ഒരു ഫണ്ട് അനുവദിക്കാനോ ആ റോഡിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കാനോ ഇന്നേ വരെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ അതേസമയം സ്വന്തം വീട്ടിലേക്ക് പോകുന്ന റോഡ് കാര്യമായ ഗതാഗത പ്രശ്നങ്ങളൊന്നുമില്ലാതെ കിടക്കുന്ന ഈ റോഡിലേക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് അനുവദിക്കപ്പെട്ടുള്ളത്. വികസനം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന പ്രസിഡന്റിന്റെ നയത്തിനെതിരെ ശക്തമായ ജനരോഷം ഉയർന്നു വരേണ്ടതുണ്ട്. അതിനെതിരെ 15-ാം വാർഡിലെ ജനങ്ങളെ കൂട്ടിവെച്ചുകൊണ്ട് എല്ലാവിധത്തിലുമുള്ള പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. 15-ാം വാർഡിലെ നിരവധി റോഡുകൾ ഇന്നും ഗതാഗത യോഗ്യമാവാതെ കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന ഘടകമായ ഗ്രാമസഭയിൽ പോലും ചർച്ച ചെയ്തു തീരുമാനിക്കാത്ത കാര്യമാണ് അധികാരത്തിന്റെ തിണ്ണമിടുക്ക് കാണിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നടപ്പാക്കുന്നത്. ഇല്ലാത്ത റോഡിന്റെ പേര് പഞ്ചായത്ത് രേഖകളിൽ കൃത്രിമമായി എഴുതി ചേർത്ത നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഫണ്ട് ഉപയോഗിച്ച് തന്റെ വീടിന്റെ പടി മോടി പിടിപ്പിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തത്. 15-ാം വാർഡിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തുകൂടി പോകുന്ന ഗതാഗത യോഗ്യമല്ലാത്ത നിരവധി റോഡുകൾ ഇനിയുമുണ്ട്. അവ ശരിയാക്കണമെന്ന മുറവിളി എല്ലാ ഗ്രാമസഭകളിലും ജനങ്ങൾ ഉയർത്താറുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ഗ്രാമസഭാ രേഖകളിൽ എഴുതി ചേർക്കാതെ ഗ്രാമസഭയിൽ ചർച്ചയ്ക്ക് പോലും വരാത്ത ഒരു റോഡിന്റെ കാര്യം ഗ്രാമസഭാ മിനിറ്റ്സിൽ കൃത്രിമമായി എഴുതി ചേർത്ത് ഇത്തരത്തിൽ പൊതുഫണ്ട് ദൂർത്തടിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടി അഴിമതിയാണ്. അപ്പൊ ഇമ്രാന്തിരിപ്പടി പറഞ്ഞൊരു റോഡേ അല്ല ഇത്. അങ്ങനത്തെ ഒരു റോഡ് ഇവിടെ ഇല്ല. അപ്പൊ സ്വന്തം വീട്ടിലേക്കുള്ള വഴി ആ വേറെ ഒരു പേരിൽ ഇമ്രാന്തിരിപ്പടി എന്ന പേരിൽ ഇവരിവിടെ പ്രസിഡന്റിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവർ ചെയ്യാനുള്ളത് ഇത് എന്താ പറയുക, അഴിമതിയുടെ അങ്ങേയറ്റാണ്. ഈ ഇറങ്ങിപ്പോരുന്ന പ്രസിഡന്റിന്റെ കാലാവധി കഴിയാനിരിക്കുകയാണ്. ആ ഇറങ്ങിപ്പോരുന്നതിന് മുന്നേ തന്നെ സ്വന്തം വീട്ടിലേക്കുള്ള വഴിയും മറ്റുള്ള ഈ വാർഡിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കയറി ചെല്ലാൻ പോലും വഴിയില്ലാത്ത കുറെ സാധാരണക്കാർ ഇവിടെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. പ്രശ്നത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾ ഉയർന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് ഇതിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത്. ഗ്രാമപഞ്ചായത്തിന്റെ മൊത്തം വികസന കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട പ്രസിഡന്റ് അതൊന്നും തന്നെ ഗൗനിക്കാതെ തന്റെ സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല എന്നും പ്രസിഡന്റ് ആ പദവിയിലിരിക്കാൻ യോഗ്യയല്ല എന്നും അവർ ആ സ്ഥാനം വിട്ടൊഴിയണമെന്നും അല്ലാത്തപക്ഷം അവരെ ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ UDF നേതൃത്വം തയ്യാറാകണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് റഷീദ് പാറമ്മൽ, CPIM മരുതിഞ്ചിറ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കാടാമ്പുഴ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരായ പ്രദീപ് വേവണ്ണ, NP സുബ്രഹ്മണ്യൻ എന്ന ഉണ്ണി എന്നിവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ. ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ്, വളാഞ്ചേരി പട്ടാമ്പി റോഡ്, വലിയകുന്ന്. ഫോൺ 9447 0555575.